എല്ലാ കൂട്ടുകാർക്കും മിസ്റ്റർ പ്രിൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് മറ്റൊന്നുമല്ല, കഴിഞ്ഞ ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ റിവീൽ ആയിട്ടുണ്ട്, അതിനെക്കുറിച്ചാണ്. അപ്പോൾ അത് അറിയാൻ താല്പര്യമുള്ള ഒരു വീഡിയോ മുഴുവനായിട്ട് കാണുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൻ അൽബിൾ ചെയ്ത് വെക്കുക. പിന്നെ മറ്റൊരു കാര്യം, നിങ്ങൾ പലരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണ് വീഡിയോ കാണുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ടാർഗറ്റ് വെക്കുകയാണ് 10 സബ്സ്ക്രൈബേഴ്സ്. ഇത് നിങ്ങൾക്കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. എന്നാൽ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം. അധികം പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല. നമുക്കറിയാം, നമ്മുടെ ഫൈനൽ വാറിലേക്ക് നമ്മുടെ വൺ പീസ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഓരോ ചാപ്റ്ററിലും ഓരോ വലിയ വലിയ റിവലേഷൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ കഴിഞ്ഞ ചാപ്റ്ററിൽ വലിയ വലിയ 2 റിവലേഷൻസാണ് വന്നിട്ടുള്ളത്. ഒന്ന് നമ്മുടെ കിങ് ഹെറൽഡിൻ്റെ മരണവും മറ്റൊന്ന് നമ്മുടെ ഷാങ്ക്സ് ഇമുസമ്മയുടെ കൺട്രോളിലുള്ള ഒരാളായിരുന്നു എന്നുള്ളതും. ഇതിൽ പക്ഷേ നമ്മുടെ കിങ് ഹെറൽഡിനെ എന്തിനാണ് നമ്മുടെ ജയൻസ് കൊല്ലുന്നതെന്ന് കൃത്യമായിട്ട് പറയുന്നില്ല. അത് മാത്രമല്ല, ഇതിൽ ഹെറൽഡിൻ്റെ ഒരു ശിലോയത്ത് മാത്രമാണ് കാണിച്ചിട്ടുള്ളത്. ഒരു പക്ഷേ അതിന് കാരണം നമ്മുടെ ഹെറൽഡിനെ ഒരു പക്ഷേ നമ്മുടെ ഇമുസമ്മ തൻ്റെ കൺട്രോളിലാക്കിയിട്ട് ഈ ഡൊമേ റിവേഴ്സ് എന്ന് പറയുന്ന ഈ ടെക്നിക്ക് ഉപയോഗിച്ച് ഒരു പക്ഷേ ഡീമണിലേക്ക് കൺവേർട്ട് ചെയ്ത് കാണും. അതുകൊണ്ടായിരിക്കും നമ്മുടെ കിങ് ഹെറൽഡിനെ ക്ലിയർ ആയിട്ട് കാണിക്കാത്തത്. നമുക്ക് ഈ ഒരു പാനലിൽ കാണാൻ കഴിയും, നമ്മുടെ കിങ് ഹെറൽഡിൻ്റെ സൈസ് ആയിക്കോട്ടെ മറ്റുള്ളവരെ വെച്ച് നോക്കുമ്പോൾ വളരെയധികം വലുതാണ്. ഇത് മാത്രമല്ല, ഇതേ സംഭവം നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മുടെ ഇമു കൺട്രോൾ ചെയ്തതിന് ശേഷമുള്ള മറ്റുള്ള ജയൻസിൻ്റെ കാര്യത്തിൽ. അവരൊക്കെ ഏകദേശം ഒരു ഓർസിൻ്റെ സൈസിലേക്ക് മാറിയത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു പക്ഷേ നമ്മുടെ കിങ് ഹെറൽഡോ ആ ടൈമിൽ തൻ്റെ കൺട്രോൾ പോയി ഒരു പക്ഷേ തൻ്റെ ഡിമോണിക് ഫോമിലേക്ക് പോയിട്ടുണ്ടാകും. അതുമാത്രമല്ല, ആ സിലോയിത്തിലേക്ക് നമ്മൾ കൃത്യമായിട്ട് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഹെറൽഡിൻ്റെ തലയിൽ നമുക്ക് ഈ ഹോൺസും കാണാൻ കഴിയും. അതിനർത്ഥം ഈ ടൈമിൽ നമ്മുടെ ഹെറൽഡ് ഒരു ഡീമണായി മാറിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കും നമ്മുടെ കേസലിലുണ്ടായിരുന്ന ഗാർഡ്സ് എല്ലാം കൂടി നമ്മുടെ ഹെറൽഡിനെ കൊന്നത്. പിന്നെ ഒരു പക്ഷേ അവിടെ ഏതെങ്കിലും ഹോളി നൈറ്റോ അല്ലെങ്കിൽ ഇമുസാമ തന്നെ ഉണ്ടാവാനും ചാൻസ് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ലോക്കി ഈ ചാപ്റ്റർ പറയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്, താൻ ഹോളി നൈറ്റിനോട് ഇതിനു മുമ്പ് ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. അത് എന്തായാലും നമ്മുടെ ഗംഗുവിൻ്റെ കൂടെ ഷംറോക്കിൻ്റെ കൂടെ നിന്ന് അടി വാങ്ങിയതല്ല. ഇതിനു മുമ്പ് ഒരു പക്ഷേ നമ്മുടെ ഹെറൽഡിൻ്റെ മരണസമയത്ത് കാസലിൽ വെച്ച് നമ്മുടെ ലോക്കി ഹോളി നൈറ്റ്സിൻ്റെ കൂടെയോ അല്ലെങ്കിൽ നമ്മുടെ ഇമുസാമയുടെ കൂടെയോ ഫൈറ്റ് ചെയ്തിട്ടുണ്ടാകും. ഇമുസാമ എന്നെ ഉദ്ദേശിച്ചത് ആരെയുടെ ബോഡി കൺട്രോൾ ചെയ്തതായിരിക്കും. അങ്ങനെയുള്ള ഇമ്മുൻ്റെ കൂടെയോ വേണമെങ്കിൽ ഫൈറ്റ് ചെയ്തിട്ടുണ്ടാകും. അതുകൊണ്ടായിരിക്കും ലോക്കി അങ്ങനെ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ കാസലിൽ ഉണ്ടായിരുന്ന ആ ആള് ഒരു പക്ഷേ അവിടെയുള്ള ബാക്കി ജയൻസിനെയും ഡീമൺസിലേക്ക് കൺവേർട്ട് ചെയ്യുകയോ അതിനുശേഷം ലോക്കിയും നമ്മുടെ ജൊറലും കൂടി അവരെയൊക്കെ ഡിഫീറ്റ് ചെയ്യുകയും ചെയ്യും. ആ ടൈമിലാണ് നമ്മുടെ ജൊറലിൻ്റെ തലയിൽ വലിയൊരു സോഡ് ഉപയോഗിച്ച് ആരോ സ്റ്റാബ് ചെയ്തത്. അപ്പോൾ ഇതാണ് നമ്മുടെ കാസലിൽ നടന്ന സംഭവം. ഇനി നമുക്ക് നമ്മുടെ ഷാങ്ക്സിൻ്റെ കയ്യിലുള്ള മാർക്കിനെ കുറിച്ച് നോക്കാം. നമ്മുടെ ഷാങ്ക്സും ഗബാനും കൂട്ടുകാർ ബാത്ത് ടബിൽ നിന്ന് കുളിക്കുന്ന സമയത്താണ് നമ്മുടെ ഷാങ്ക്സിൻ്റെ മാർക്ക് റിവീൽ ചെയ്യുന്നത്. അതിനർത്ഥം നമ്മുടെ ഷാങ്ക്സ് തീർച്ചയായിട്ടും നമ്മുടെ ഇമുസമ്മയുടെ ഒരു സർവൻ്റ് ആയിരുന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. പക്ഷേ നമ്മുടെ ഷാങ്ക്സ് ഒരിക്കലും അത് തൻ്റെ ഇഷ്ടപ്രകാരം ചെയ്തതല്ല. ഷാങ്ക്സ് അവിടെ പോയി അധികകാലമൊന്നും എന്തായാലും അവിടെ നിന്നിട്ടുണ്ടാകില്ല. നമ്മുടെ വേൾഡ് ഗവൺമെൻറ്റിനെ കുറിച്ചുള്ള സത്യാവസ്ഥ മനസ്സിലാക്കിയതോടുകൂടി നമ്മുടെ ഷാങ്ക്സ് അവിടെ നിന്ന് പോരുകയും അതിനുശേഷമാണ് നമ്മുടെ ഷാങ്ക്സ് എൽബാഫിൽ നിന്ന് നമ്മുടെ ആരോ മോഷ്ടിച്ച് കൊണ്ടുപോയ ആ നിക്ക ഫ്രൂട്ട് അവരുടെ കയ്യിൽ നിന്ന് മോഷ്ടിക്കുകയും അതിനുശേഷമാണ് നമ്മുടെ ലൂഫി അത് കഴിക്കുകയും ചെയ്യുന്നത്. എന്നിട്ടാണ് നമ്മുടെ ഷാങ്ക്സ് തൻ്റെ കയ്യിലെ മാർക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മുടെ ലൂഫിനെ രക്ഷിക്കാനും കൂടെ വേണ്ടിയിട്ട് തൻ്റെ കൈ സാക്രിഫൈസ് ചെയ്യുന്നത്. അതിനുശേഷം ഷാങ്ക്സ് ആയിക്കോട്ടെ നമ്മുടെ ഇമുസമ്മയുടെ കേസിൽ നിന്ന് ഫ്രീ ആകുകയും ചെയ്തു. അപ്പോൾ നമ്മുടെ വൺ പീസിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ കാണിച്ച സംഭവം ഇപ്പോൾ നമ്മുടെ വൺ പീസിൻ്റെ 1252 ചാപ്റ്ററിൽ ഇപ്പോൾ ക്ലിയർ ആയിട്ടുണ്ട്. ഷാങ്ക്സ് എന്തിനു വേണ്ടിയാണ് തൻ്റെ കൈ സാക്രിഫൈസ് ചെയ്തതെന്ന് നമുക്കിപ്പോൾ റിവീൽ ആയിട്ടുണ്ട്. അപ്പോൾ ഈ 2 കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യം മറക്കരുത്, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ 10 സബ്സ്ക്രൈബേഴ്സ് എന്ന് പറഞ്ഞാൽ ടാർഗറ്റ് കൂടി ഒന്ന് കംപ്ലീറ്റ് ചെയ്യുക. എന്നാൽ മറ്റൊരു വീഡിയോ കാണുന്നത് ബൈ ബൈ.